ഹലോ ഗായ്സ്, എല്ലാവർക്കും MF ക്രോസൻടെക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ വാട്ടർ ടാങ്ക് അലാറം ഉണ്ടാക്കാനായിട്ടാണ്. കാരണം നമ്മളിപ്പോൾ മോട്ടർ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് കളയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ തന്നെ നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു സിമ്പിൾ അലാറം ഉണ്ടാക്കാനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നോക്കിയാലോ, നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് BC 547 എന്ന ട്രാൻസിസ്റ്ററാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഒരു 5 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയൊരു ബസറാണ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയൊരു LED. ഏത് കളർ എടുത്താലും പ്രശ്നമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ LEDയുടെ നെഗറ്റീവ് ബസറിൻ്റെ നെഗറ്റീവിലോട്ടൊന്ന് സോൾഡർ ചെയ്യണം. അതുപോലെ തന്നെ LEDയുടെ പോസിറ്റീവ് ബസറിൻ്റെ പോസിറ്റീവിലോട്ടും സോൾഡർ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ ലെഗിലോട്ട് നമ്മുടെ ഈ ബസറിൻ്റെ നെഗറ്റീവ് പിന്നൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്കൊരു 2 വയർ ആവശ്യമുണ്ട്. അതിൽ ഒരു വയർ നമുക്ക് ഈ LEDയുടെ പോസിറ്റീവിലോട്ടൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ പിന്നിലോട്ടും ഒരു വയർ സോൾഡർ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഒരു 5 വോൾട്ട് അഡാപ്റ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പഴയ 5 വോൾട്ടിൻ്റെ ഒരു മൊബൈൽ ചാർജറാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്നിലോട്ടൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് വയർ ബസറിൻ്റെ പോസിറ്റീവിലോട്ടൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ പുറത്തോട്ട് ഇത് ഇത്രയൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ബസറും LEDയും കൃത്യമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിൽ 2 ഹോൾ ഇട്ടെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് ഇതിൽ നന്നായിട്ട് തന്നെ സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ അഡാപ്റ്ററിൻ്റെ പുറത്തോട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു വയർ കണക്ടറാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു അഡാപ്റ്റർ നമുക്ക് ചെറുതായിട്ടൊന്ന് പണി തന്നായിരുന്നു. അതാണ് ഇപ്പോൾ പുതിയ അഡാപ്റ്റർ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ എടുത്ത ആ ഒരു സർക്യൂട്ടിൽ നിന്ന് 2 വയർ പുറത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 വയർ നമുക്ക് ഈ കണക്ടറിലോട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളതിനെ ഇനി കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു 2 വയർ എടുത്ത് അതിൻ്റെ ഒരറ്റം 2 പിൻ പ്ലഗിലോട്ട് ഒന്ന് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് ഈ ഒരറ്റം നമ്മൾ നേരത്തെ ചെയ്തെടുത്ത അഡാപ്റ്ററിലോട്ടുള്ള കണക്ടറിലോട്ട് ഒന്ന് കണക്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ 2 പിൻ്റെ പ്ലഗ് ടാങ്ക് നിറയുമ്പോൾ വരുന്ന ആ ഒരു വെള്ളം എത്തുന്ന വിധത്തിലോട്ട് ഒന്ന് തൂക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് നമ്മുടെ പിന്ന് രണ്ടും ഷോർട്ട് ആകുമ്പോൾ നമുക്കവിടെ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.